ഹലോ, പാർവതിയാണേ. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫ്രൈഡേ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗോതമ്പ് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മാവൊക്കെ നനച്ചിട്ട് പുട്ട് വേവാൻ വെക്കുന്ന സമയത്തിനിടയ്ക്ക് അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഉച്ചക്കലത്തേക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ തോരന് വേണ്ടിയിട്ട് കാബേജും ക്യാരറ്റും എല്ലാം കൂടി സവാളയും കൂടി ചേർത്തിട്ട് ചോപ്പറിനകത്ത് വെച്ച് നന്നായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങ് അടച്ചു വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അടുത്ത കുറ്റി പുട്ടും പുഴുങ്ങി അപ്പൂ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ചായയും പുട്ടും എല്ലാം കൂടി കഴിച്ച്, പുട്ടിന് പഴമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അപ്പു ക്ലീൻ ചെയ്ത്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി നമുക്കൊരു പണിക്കുറവായിരിക്കും. ഇപ്പോൾ ഒരാൾ തന്നെ എല്ലാം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നതൊക്കെ. ഞാൻ കുക്ക് ചെയ്യുമ്പം ക്ലീനിങ്ങൊക്കെ അപ്പു ചെയ്യും. അങ്ങനെ അതിന് ശേഷം നെത്തോലി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെത്തോലി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നെത്തോലി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നെത്തോലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാറില്ല. സിമ്പിളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കും. പിന്നെ ശകലം കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഫ്രീസറിലല്ല, അല്ലാതെ വെച്ചേക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഫിഷ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഫിഷും ഇങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്യാറ്. പിന്നെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിനകത്തോട്ട് എടുത്തിട്ടങ്ങ് വറുത്തെടുക്കത്തതേ ഉള്ളൂ. പിന്നെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, തോരൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് അതിലോട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇട്ട് അടച്ചു വെച്ചങ്ങ് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഫിഷും ഫ്രൈ ചെയ്ത് തോരനും വെച്ചു. ചോറ് വെക്കണമായിരുന്നു, ചോറും വെച്ചു. പിന്നെ മോരുകറിയും പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഫിഷിൻ്റെ കുറച്ച് തോരനും ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടി നന്നായിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോൾ എന്നാൽ ഒന്ന് പുറത്ത് പോവാം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ടീ ടൈമിൽ പൊറോട്ടയും ഹണിയും ബനാനയും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഹണി പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹണി ബനാന പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, പൊറോട്ടയുടെ ഉള്ളിൽ പഴം ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നത്, അതിനകത്ത് കുറച്ച് തേനും കൂടി ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ടീ ടൈമിൽ പോയി അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയി. അവിടെ നിന്ന് അവിടെ കുറേ ബാഗിനൊക്കെ റമദാൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു, ബാഗിനും ചെരുപ്പിനും ഡ്രസ്സിനും ഒക്കെ നല്ല ഓഫറുണ്ട്. അങ്ങനെ നമ്മളതെല്ലാം വാങ്ങി ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോന്നു.